നമ്മൾ പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഒരു കാര്യമാണ് ബ്രൈഡ് മെഷർമെന്റ് എങ്ങനെ എടുക്കുക എന്നുള്ളത്. പക്ഷേ അതിൽ പലതും കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ അല്ല തരുന്നത്. ഹായ്, എങ്ങനെ ബ്രൈഡ് മെഷർമെന്റ് കറക്റ്റ് ആയിട്ട് എടുക്കാം? ബ്രൈഡ് മെഷർമെന്റ് എന്ന് പറയുമ്പോൾ രണ്ട് ഫാക്ടേഴ്സ് ആണ് വരുന്നത്. ഒന്ന് ബാൻഡ് സൈസ്, ഒന്ന് കപ്പ് സൈസ്. ബാൻഡ് സൈസ് എടുക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ ഈ കാണുന്ന പോലെ അണ്ടർ ദ ബ്രസ്റ്റ് ഇതുപോലെ ഇഞ്ചസിൽ മെഷർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സംഖ്യ ഉണ്ടല്ലോ, അത് ഒറ്റസംഖ്യ ആണെങ്കിൽ 5ഉം ഇരട്ടസംഖ്യ ആണെങ്കിൽ 4ഉം ആഡ് ചെയ്തിട്ട് വരുന്ന ഒരു മെഷർമെന്റ് ആണ് ഇവിടുത്തെ ബാൻഡ് സൈസ്. ഹെവി ബസ്റ്റ് അല്ലെങ്കിൽ സാഗി ബസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർ ബാൻഡ് സൈസ് മെഷർ ചെയ്യുമ്പോൾ മസ്റ്റായിട്ടും ഇതുപോലെ ബസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്തിട്ട് വേണം മെഷർ ചെയ്യാനായിട്ട്. ഇപ്പൊ ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്നത് 30 ആണ്. 30 എന്ന് പറയുമ്പോൾ ഇരട്ടസംഖ്യ ആയതുകൊണ്ട് 34 ആണ് ഇവിടുത്തെ ബാൻഡ് സൈസ്. കപ്പ് സൈസ് നോക്കുകയാണെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഹെവി ബെസ്റ്റ് അല്ലെങ്കിൽ സാഗി ബെസ്റ്റ് ആയിട്ടുള്ളവർക്ക് മെഷർ ചെയ്യുന്നതിന് മുന്നേ മറ്റൊരാളുടെ ഒരു ഹെൽപ്പോട് കൂടിയിട്ട് ഇതുപോലെ ബെസ്റ്റിനെ ഒന്ന് അപ്ലിഫ്റ്റ് ചെയ്യണം. അതിനുശേഷം ബെസ്റ്റിന്റെ സെന്റർ പോർഷനിൽ ടേപ്പ് വെച്ചിട്ട് നമുക്ക് മെഷർ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു മെഷർമെന്റും നേരത്തെ നമുക്ക് കിട്ടിയ ബാൻഡ് സൈസും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഇവിടുത്തെ കപ്പ് സൈസ് എന്ന് പറയുന്നത്. ഇപ്പൊ നമുക്ക് ബാൻഡ് സൈസ് കിട്ടിയത് 34 ആയിരുന്നു. ഇപ്പൊ കിട്ടിയിരുന്ന മെഷർമെന്റ് 38 ആയിരുന്നു. അപ്പൊ 38 മൈനസ് 34 എന്ന് പറയുന്നത് ഇവിടെ 4 ആണ്. അപ്പൊ 4 ആണ് ഇവിടുത്തെ ഡിഫറൻസ് വരുന്നത്. 4 എന്ന് പറയുമ്പോൾ ഡി കപ്പ് ആണ് ഇവിടെ വരുന്നത്. ഇനിയിപ്പോ നിങ്ങൾക്ക് കിട്ടുന്ന ഡിഫറൻസ് 1 ആണെങ്കിൽ കപ്പ് സൈസ് എയും, 2 ആണെങ്കിൽ ബിയും, 3 ആണെങ്കിൽ സിയും, 4 ആണെങ്കിൽ ഡിയും ആണ് വരുന്നത്. ഇപ്പോൾ ഈ ഡിജിറ്റ്സ് 1, 2, 3 എന്നുള്ളത് കൂടുന്നതനുസരിച്ച് കപ്പ് സൈസും കൂടി വരും. അപ്പൊ ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് കരുതുന്നു. അപ്പൊ പുതിയ വീഡിയോസുമായിട്ട് കാണാം. താങ്ക്